ആരതി, എന്താ ഇതൊക്കെ? മല്ലിക, അത് എനിക്ക് മതി. നിനക്കറിയില്ല ഇവിടുത്തെ കാര്യങ്ങൾ. കല്യാണം കഴിക്കാനോ പ്രണയിക്കാനോ ഒന്നും അവകാശമില്ലാത്തവൾ ആരതി. അധികാര സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് കന്യകയായി ജീവിക്കേണ്ടവൾ. നീ വിചാരിക്കുന്ന പോലെ പ്ലീസ്, ഒരു പാവം എന്റെ അനിയത്തി. അവളെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദേവി, ഇതെന്താ ഇത്? ഉത്സവം കാണാൻ വന്നിട്ട് ഇതെന്തു പറ്റി? പെട്ടെന്നിങ്ങനെ തിരിച്ചു പോകാൻ? സാമിന്റെ അമ്മയ്ക്ക് സുഖമില്ല, പെട്ടെന്ന് അറിയിച്ചതാ. പോണം, അതാ. അടുത്ത തവണ ഉത്സവത്തിന് വരണം, മറക്കരുത്. അവസാനിച്ചു എന്ന് ഞാൻ കരുതി. പക്ഷേ സാം വീണ്ടും വന്നു, ഞാൻ പോലും അറിയാതെ. ഒടുവിൽ ഞാൻ ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു. പരമ്പരയെ അപമാനിക്കാൻ ശ്രമിച്ച ഈ പട്ടി നാളത്തെ സൂര്യോദയം കാണരുത്. തീർത്ത് കളഞ്ചേക്ക്. രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും. കൊട്ടാരത്തിൽ എല്ലാവരും ക്ഷേത്രപൂജയ്ക്ക് പോയിരിക്കാം. ഏത് നിമിഷവും അവർ തിരിച്ചു വരും. അതിനു മുൻപ് നീ ഇവിടുന്ന് പോണം. അങ്ങനെ എനിക്ക് മാത്രം രക്ഷപ്പെടണ്ട. ഞാൻ ഇവിടുന്ന് പോയാൽ അത് ആരതിയുമായിട്ടായിരിക്കും. നീ വാ. ദേവാ, ഈ ചന്ദ്രഗിരി വിട്ടു പോകരുതവൻ. എവിടെ കണ്ടാലും വെറ്റിയേക്ക് പോ.
മരിച്ചു എന്നാണ് എല്ലാവരും കരുതിയത്. അങ്ങനെ തന്നെ വിശ്വസിച്ചു. താവഴി അനുസരിച്ച് പെൺഭരണമാണ് കൊട്ടാരത്തിൽ. ആരതിയെ നഷ്ടമായപ്പോൾ അനന്തരാവകാശിയായി എന്നെ അവരോധിച്ചു. ആ ചടങ്ങുകൾ ഇനിയും പൂർത്തിയായിട്ടില്ല. അപ്പോഴാ അപ്രതീക്ഷിതമായി നിങ്ങളുടെ വരവ്. നിങ്ങൾ വന്നപ്പോൾ 6 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടമായ സന്തോഷവും ഉത്സാഹവും എല്ലാം കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഇനിയിപ്പോ ആരതി ഒരിക്കലും വരില്ല എന്ന് അവരറിഞ്ഞാൽ മല്ലി പറഞ്ഞതെല്ലാം സത്യമായിരിക്കാം. ഒരു സ്വപ്നം പോലെ പലതും എൻ്റെ ഓർമ്മകൾ വന്നു പോകുന്നതുമാണ്. പക്ഷെ ഇതൊന്നും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഒരു കഥ കേൾക്കുന്നത് പോലെ. പോട്ടടാ, സാരമില്ല. എനിക്കുറപ്പുണ്ട്, ഒരു ദിവസം നിനക്കെല്ലാം ഓർത്തെടുക്കാൻ പറ്റും. എന്ത് മണ്ടത്തര ജോർജി നീ പറയുന്നേ? എടാ, മല്ലിക പറഞ്ഞതെല്ലാം നീയും കേട്ടതല്ലേ. ആരതിയെ നമുക്കിനി ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ വീരപ്പന്മാരോട് ഇത് പോയി പറയാനും പറ്റില്ല. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. അവര് സത്യം അറിയുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് മുങ്ങുക. ജോർജി, ചേട്ടൻ പറഞ്ഞ പോലെ ചെയ്യാട്ടാ, തടിയെങ്കിലും രക്ഷപ്പെടും. പിന്നെ നമ്മളെന്തിനാ യാത്ര മുഴുവൻ വന്നത്, ഇത്രയും സഹിച്ചത്? സാം മറന്നുപോയ ആ കാലഘട്ടം, അത് സാമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. സാമിനൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അത് ഈ കൊട്ടാരത്തിൽ വെച്ച് തന്നെയാണ്. അവൻ്റെ ഓർമ്മകളിലേക്കുള്ള താക്കോലാണത്. അത് കണ്ടെത്തേണ്ടതും ഇവിടെ നിന്ന് തന്നെയാണ്. അതുവരെയെങ്കിലും നമുക്കിവിടെ പിടിച്ചു തന്നേ പറ്റൂ. പക്ഷേ ജോർജി, പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പഴയ സാമുമായിട്ടായിരിക്കും. എങ്ങനെ? നമ്മൾ വിചാരിച്ചാൽ അത് പറ്റുമോ? ഇല്ല, നമുക്ക് പറ്റില്ല. പക്ഷെ ഒരാൾ വിചാരിച്ചാൽ നമ്മളെ സഹായിക്കാൻ പറ്റും. മല്ലിക, അവൾക്കേ അത് പറ്റൂ.